തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. കിരൺ, ആരവ ഇവിടെ സുരക്ഷിതനല്ലേ? അവൻ സുരക്ഷിതനാവണം. അതിനുവേണ്ടി എന്ത് വന്നാലും നമ്മൾ നേരിടാൻ തയ്യാറായിരിക്കണം. ഇത്രയാണ് ആലോചനയിലാണല്ലോ. നീ എന്താണ് ആലോചിക്കുന്നത്? അണ്ണൻ ആലോചിക്കുന്നുണ്ടപ്പോ ഞാനും ഒന്ന് ആലോചിച്ചതാ. ഒരുപാടങ്ങ് ആലോചിക്കട്ടാ. അല്ല, അണ്ണൊന്നും പറഞ്ഞില്ലല്ലോ. ആ, നിങ്ങൾ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്. ഞാൻ നിങ്ങളെ സഹായിക്കാം. അതിനു മുമ്പ് നിങ്ങൾ എനിക്ക് ചെറിയൊരു സഹായം ചെയ്യണം. ഞങ്ങൾ എന്ത് സഹായം ചെയ്യാനാ? പറഞ്ഞുതരാം. അയ്യോ, അത് നടക്കില്ല. പ്രശ്നവും എന്തെങ്കിലും പ്രശ്നമായാലേ ഞങ്ങളെ ഭാവി പോവും. ഇത് ഭയങ്കര റിസ്ക് ആണ്. ഈ കാര്യത്തിൽ ഒരു റിസ്കും ഇല്ല. നിങ്ങൾക്കൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്കിത് ആദ്യം ആയതുകൊണ്ടാ റിസ്ക് ആയിട്ട് തോന്നുന്നത്. അണ്ണൻ ഇതൊക്കെ ഒരു ഫുട്ബോൾ കളിക്കുന്ന മൂടാ. ഇതൊക്കെ പറയാനും കേൾക്കാനും രസം. കൊടുക്കും ഫുട്ബോളിന്റെ ഗതിയോ എല്ലാവരും ഇട്ട് തട്ടി കളിക്കും. എന്റെ അലീനെ, ഈ കാര്യത്തിൽ നിങ്ങൾ ഇപ്പൊ എന്നെ സഹായിച്ചേ പറ്റൂ. അണം, ഇതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വൻ പ്രശ്നവും. ഞങ്ങക്ക് മാത്രമല്ല, നിങ്ങൾക്കും പ്രശ്നവും. താൻ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? നമ്മളൊക്കെ ആരാന്നറിയാതെയാണ് അലീന ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തണ്ടേ, ഞാനൊരു മന്ത്രിയുടെ മകനാണ്, നീ ഒരു മേയറുടെ മോള്. നമ്മുടെയൊക്കെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വിചാരിക്കുന്നത്? ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അണ്ണാ, നിങ്ങൾക്ക് ഇതൊക്കെ നിസ്സാരമായിരിക്കും, ഞങ്ങൾക്കിത് പ്രശ്നം. അപ്പൊ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാൻ നടപ്പിലാക്കുന്നതിന് എന്റെ ഭാഗത്തുനിന്ന് ഒരു എളുപ്പം പ്രതീക്ഷിക്കണ്ട. ഇക്കാര്യത്തെ പറ്റി ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. വടി പോ. അണ്ണാ, സംഗതി സൂപ്പർ ഐഡിയ. പക്ഷെ ആ പിള്ളേരതിന് തയ്യാറാവും തോന്നുന്നില്ല. അവരതിന് തയ്യാറാവൂടാ ക്ഷണേ. ഞാനതിന് അവരെ തയ്യാറാക്കും. എങ്കിലും എനിക്ക് എന്റെ പ്രതികാരം ചെയ്യാൻ പറ്റൂ. ആ പ്രതികാരം നിറവേറാൻ എനിക്ക് അലീനയും ടീമിനെ ആവശ്യമുണ്ട്. നമ്മളൊരു ഹെൽപ്പ് ചോദിച്ചു ചെന്നപ്പോ രുദ്രൻ ഇങ്ങനൊരു സഹായം തിരിച്ചാവശ്യപ്പെടുമെന്ന് കരുതിയില്ല. ഇത് വല്ലാത്തൊരു ഭാരമായിപ്പോയി. അലീനെ, നീ നടക്കാത്ത കാര്യത്തിന് ആലോചിച്ച് മറുപടി പറയാന്ന് പറയുന്നത് എന്തിനാ? അങ്ങനെ പറഞ്ഞെന്ന് കരുതി നമ്മൾ ഇതിനെ സമ്മതിച്ചു കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. റിസ്ക് എടുത്ത് രുദ്രൻ ഈ സഹായം നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്കെന്താ ഗുണമെന്ന് ആലോചിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. ഗബ്രി, എന്താ ലേറ്റ് ആയത്? ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നോ? ACP കാണണമെന്ന് പറഞ്ഞപ്പോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഹോസ്പിറ്റൽ മാനേജ്മെന്റായിട്ട് പെട്ടെന്നൊരു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു, ഞാനതുകൊണ്ടാ ലേറ്റായേ. ഗബ്രി ഒന്ന് വാ, ACP അകത്തുണ്ട്. അയാൾ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുന്നേ നമുക്ക് അയാളെ മീറ്റ് ചെയ്യാം. വാ ഗബ്രി. നിന്നേ.
ഇപ്പൊ ACP കാണേണ്ട കാര്യം എന്താ? അല്ല, അതെന്താണെന്ന് നീ പറഞ്ഞില്ലല്ലോ. അത് ACP കണ്ട് പറയേണ്ട കാര്യല്ലേ? ആ, അതെന്താണെന്നാ ചോദിച്ചത്. അത്യാവശ്യമായിട്ട് ACP കാണണമെന്ന് പറഞ്ഞതിന്റെ കാരണം എനിക്ക് അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അല്ല, നീ ഇത് ഇതുവരെ പറഞ്ഞതുമില്ല.